ഹായ് ഓൾ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ മഴക്കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ മഴക്കാലം ആയി കഴിയുമ്പോഴേക്കും തെന്നാത്തവർ ഭയങ്കര കുറവായിരിക്കും അല്ലേ. എല്ലാവരും തന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴോ പറമ്പിൽ കൂടെ നടക്കുമ്പോഴോ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ തെന്നി പോകുമല്ലോ. തെന്നി വീണില്ലെങ്കിലും ഒന്ന് ചുമ്മാ എങ്കിലും തെന്നി പോകും. അപ്പോഴേക്കും പിന്നെ നമുക്കൊരു പേടിയാണ്, ദൈവമേ തെന്നിയെങ്ങാനും വീണായിരുന്നെങ്കിലോ പണി പോയേനെ. തെന്നി വീണ് കഴിഞ്ഞിട്ട് എന്തുമാത്രം പേർക്ക് എന്തെല്ലാം അപകടങ്ങളാണ് സംഭവിക്കുന്നതല്ലേ. ഈ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇട്ടവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എല്ലാ വർഷവും മഴക്കാലം ആകുമ്പോഴേക്കും ഇൻ്റർലോക്ക് അങ്ങ് തെന്നാൻ തുടങ്ങും. പിന്നെ കല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അലക്കുകല്ലിൻ്റെ അവിടെ, അതുപോലെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരാനോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലേക്കോടിയും അതുപോലെ ഇങ്ങനെ ടൈൽസ് ഒക്കെ നല്ലപോലെ തെന്നണ സ്ഥലങ്ങൾ എല്ലായിടത്തും പായലൊക്കെ പിടിച്ചിട്ടങ്ങ് തെന്നാൻ തുടങ്ങും. അപ്പോൾ ഈ തെന്നൽ പോകാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സിമെൻ്റ് ഇട്ട സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും കല്ലാണെന്നുണ്ടെങ്കിലും ടൈൽസ് ആണെങ്കിലും ഇൻ്റർലോക്ക് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത് ഇവിടെ ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു ചേച്ചി ഇവിടെ കുമ്മായം വിതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പായൽ നല്ല പോലെ പൊക്കോളും കിട്ടും. അപ്പോൾ പലർക്കും കുമ്മായം ഇടാനൊരു താല്പര്യക്കുറവുണ്ട്. അതിൻ്റെ മണവും പൊടിയും ഒക്കെ ഒരു കാരണം, പിന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികേടാകും എന്നുള്ളത് വേറൊരു കാരണം. പിന്നെ ചില ആൾക്കാർ പറഞ്ഞേക്കാം കുമ്മായി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങ് പായൽ പോകത്തൊന്നുമില്ല, പിന്നെ തെന്നലുണ്ടാവുമെന്ന്. പക്ഷേ ഞങ്ങളിതാണ്ട് ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് കുമ്മായി ഇടുന്നത് കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ നല്ലപോലെ വഴുക്കൽ വന്നിട്ട് നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇടേണ്ടതെന്ന്. ഞങ്ങളുടെ ഈ മുറ്റമുണ്ടല്ലോ ഭയങ്കര വിസ്താരമുള്ള മുറ്റമാണ് കേട്ടോ. നല്ല വീതിയുള്ള വലിയ മുറ്റമാണ്. വീടിൻ്റെ 4 സൈഡിലും ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ പായൽ വന്നിട്ടുണ്ട്. അലക്കുകല്ലിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ മുറ്റത്തിൻ്റെ സൈഡിൽ കൂടെ അരപ്പറ്റി പോലെ സിമെൻറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെയും ഒക്കെ പായലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 15 കിലോ കുമ്മായമാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുമ്മായം ഇടണം. എന്നാൽ അല്ലാതെ കുറച്ച് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. കുമ്മായത്തിന് വലിയ വിലയൊന്നുമില്ലല്ലോ. ഇതേ ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 1 കിലോയ്ക്ക് 20 രൂപയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 15 കിലോ കുമ്മായമാണ് ഞങ്ങൾ മേടിച്ചിട്ടിട്ടത്. അപ്പോൾ ഈ കുമ്മായം ഉണ്ടല്ലോ കുറേശ്ശെ ആയിട്ട് വിതറി ഈ വഴുക്കലുള്ള സ്ഥലങ്ങളിൽ കൂടെ ഇടണം. ഇത് വിതറാൻ നേരത്ത് കയ്യിൽ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ശീലമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഈ ചേച്ചി പണിക്ക് വരുന്ന ചേച്ചിയാണ്. അപ്പം ഇവർക്കൊക്കെ നല്ല ശീലമുണ്ട് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ അവരങ്ങനെ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ സാധാരണ വീട്ടുകാരൊക്കെ അങ്ങനെ ശീലമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ചിലപ്പം അലർജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുക. അതുപോലെ മാസ്ക് ഇടണം കേട്ടോ. ഈ ചേച്ചി 2 ദിവസം ചെയ്തായിരുന്നു. ആദ്യത്തെ ദിവസം കുറച്ച് ചെയ്തിട്ട് പിന്നെ മഴ കാരണം പിന്നെ വേറൊരു ദിവസം ചെയ്തു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇട്ടിട്ട് മാസ്ക് ഒന്നും ഇടാത്തത് കൊണ്ട് നല്ലപോലെ തുമ്മൽ വന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം മാസ്ക് ഇട്ടിട്ടാണ് ചെയ്തത്. ഇതങ്ങ് വിതറി ഇടുമ്പോഴേക്കും ഇതിൻ്റെ പൊടി നല്ല പോലെ തെറിക്കും കേട്ടോ, പൊടിയും മണമൊക്കെ. അപ്പം പെട്ടെന്ന് തുമ്മൽ വരാനോ ചുമ വരാനോ ഒക്കെ സാധ്യതയുണ്ടാവും. പിന്നെ നമ്മളുടെ ജനലുകളൊക്കെ ഒന്ന് അടച്ചിടുന്നത് നല്ലതായിരിക്കും. വീട്ടിലേക്കൊന്നും ഇതിൻ്റെ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരിക്കുമല്ലോ. ആദ്യമേ ആ വിതറിയിടുന്ന ആ നേരത്തും അത് തിരുമ്മി ഉരച്ച് വെക്കുമ്പോൾ ആ ഒരു ദിവസത്തേനൊക്കെ ഉണ്ടല്ലോ നല്ല മണമൊക്കെ ഉണ്ടാകും. ആ വിതരണ സമയത്തൊക്കെ പൊടിയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുമ്മായത്തിൻ്റെ പൊടി കയറരുത്. അതുപോലെ വീട്ടിൽ അലർജി ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ വിതറുന്ന സമയമൊക്കെ ആണെങ്കിൽ അന്നേരം വീടിൻ്റെ ജനലൊക്കെ ഒന്ന് അടച്ചിടുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മഴ പെയ്തിട്ട് ആ കുമ്മായം പോയ ഒരു ഭാഗമാണ് കേട്ടോ. പായലൊക്കെ പോയത് കണ്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിതറി ഇട്ടിട്ട് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുന്നത് കണ്ടായിരുന്നോ. അങ്ങനെ ഉരച്ച് ഈ ഇൻ്റർലോക്കിൻ്റെ അല്ലെങ്കിൽ പായലുള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മുഴുവനാക്കണം. ഉരച്ച് നമ്മൾ പായൽ കളയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പായൽ വിടുവിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടല്ല. മുറ്റം മുഴുവൻ ഉരച്ച് പായലൊക്കെ എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടല്ല. നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കുമ്മായി ഇങ്ങനെ കുറേശ്ശെയായിട്ട് വിതറിയിടുക. എന്നിട്ട് ആ ഭാഗം മുഴുവനും ആകാൻ വേണ്ടിയിട്ട് ചൂലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചേച്ചി ഉപയോഗിച്ച ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ അതാവും പിന്നെ നിന്നുകൊണ്ട് നല്ല സുഖമായിട്ട് അങ്ങ് ഉരയ്ക്കാമല്ലോ. ചുമ്മാ ഇങ്ങനെ ഉരയ്ക്കുമ്പം ആ ഭാഗത്ത് മുഴുവനാകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഉരയ്ക്കുന്നത്. ഈ ഇൻ്റർലോക്കിലൊക്കെ ആയി കഴിയുമ്പോഴല്ലോ ഒരുപാട് അങ്ങ് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് അല്ലേ. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഹാർഡുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഒരുപാട് അങ്ങ് ഉരയ്ക്കുകയും ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലോ ഉണ്ടല്ലോ ആ ഇൻ്റർലോക്കിൻ്റെ ഗ്രിപ്പൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ഒത്തിരി അങ്ങ് ഉരച്ച് കിള്ളിയെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഒരു ബ്രഷോ ചൂലോ വെച്ചിട്ട് ഈ കുമ്മായം ഇങ്ങനെ ഉരച്ചൊന്ന് ആ എല്ലാ ഭാഗത്തും ആക്കിയാൽ മതി. പിന്നെ ഇത് ആക്കണ നേരത്തുണ്ടല്ലോ ഇവിടെ മഴ തൂളിക്കൊണ്ടിരുന്നത് കൊണ്ട് അന്നേരം വെള്ളം നനയ്ക്കേണ്ട കാര്യമൊന്നും വന്നില്ല. അപ്പോൾ ഇപ്പോൾ മഴയില്ലാത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുറേശ്ശെ വെള്ളം ഒന്ന്
തളിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മുറ്റത്തൊന്ന് പൈപ്പ് വെച്ചിട്ടേ മുറ്റം ഒന്ന് നനച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ കുമ്മായം വിതറിയിട്ട് ഉരയ്ക്കുക. അപ്പം ഈ കുമ്മായം നനയുമ്പോഴേക്കും ഇത് പായലുള്ള ഭാഗത്ത് എല്ലായിടത്തും ഉരയ്ക്കുമ്പോഴേക്കും ആകാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമേ. പരമാവധി മഴ ഇല്ലാത്ത ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായം ഒന്ന് പിടിച്ച് കിടക്കണം കേട്ടോ. ഇത് ഇപ്രാവശ്യം ഉണ്ടല്ലോ ഈ ചേച്ചിക്ക് സമയം കിട്ടിയതും അതുപോലെ പായലൊക്കെ വന്നതും പിന്നെ മഴ അങ്ങ് പെട്ടെന്നല്ലായിരുന്നോ കൂടിയതേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുമ്മായം ഇട്ടിട്ടുണ്ടല്ലോ 2 ദിവസത്തിന് മഴ പെയ്തില്ല. അന്നേരം നല്ല പോലെ അങ്ങ് പിടിച്ചു കിട്ടോ. അതായത് കുമ്മായം ഇങ്ങനെ വിതറിയിട്ട് കുറേശ്ശെ വെള്ളം തെളിച്ച് മൊത്തം അങ്ങ് ഇങ്ങനെ ഉരച്ചങ്ങ് വെച്ചു. 2 ദിവസത്തേന് മഴ പെയ്തില്ല. അത് അങ്ങനെ തന്നെ അങ്ങ് കിടന്നു. പിന്നെ 3ാമത്തെ ദിവസമാണ് മഴ പെയ്തത്. മഴ പെയ്യുമ്പോൾ ഇതങ്ങ് പൊക്കോളും, കുമ്മായം അങ്ങ് ഒഴുകി പൊക്കോളുവേ. ഇത് കണ്ടോ അലക്കല്ലിൻ്റെ അവിടെയൊക്കെ ഉരച്ച് വെച്ചിരിക്കുന്നത്. അലക്കല്ല് നല്ലപോലെ തേച്ച് തിരുമ്മി അങ്ങ് കഴുകി കേട്ടോ. നമുക്ക് തുണി അലക്കുകയൊക്കെ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട്. പിന്നെ ബാക്കി ഇൻ്റർലോക്കൊക്കെ ഇങ്ങനെ വിതറിയിട്ടിട്ട് ഇങ്ങനെ ഉരച്ച് വെച്ചു. മഴ പെയ്യുന്നതിനനുസരിച്ച് അതങ്ങ് ഒഴുകി അങ്ങ് പൊക്കോളും കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പുറകിൽ സൈഡിൽ നല്ല പോലെ പായലുണ്ടായിരുന്നേ. ആ ഒരു സൈഡ് ഒരു ദിവസം ഒന്ന് ഇട്ട്, എന്നിട്ട് അന്ന് തന്നെ മഴ പെയ്ത് അങ്ങ് ഒഴുകിപ്പോയി കേട്ടോ. എന്നാലും പായൽ കുറേ പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കി മുറ്റം മുഴുവൻ ആ പുറകിൽ ഒന്നുകൂടി ഇട്ടു. പിന്നെ മുറ്റം മുഴുവനും ഗേറ്റിൻ്റെ അവിടെയും എല്ലായിടത്തും ഈ എന്താ പറയുക ഈ മുറ്റത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള പടിയെ കൂടെയൊക്കെ നല്ലപോലെ പായലുള്ള സ്ഥലങ്ങളിൽ കൂടെയും ഒക്കെ അങ്ങ് വിതറി ഇട്ടു കേട്ടോ. എന്നിട്ട് ഉരച്ചങ്ങ് വെച്ചു. അന്ന് ഒരു ദിവസത്തേന് പിന്നെ എന്തായാലും മഴ പെയ്തില്ല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മഴ പെയ്ത് കഴിഞ്ഞപ്പം കുറേശ്ശെയായിട്ട് അങ്ങ് ഒഴുകി പോകാൻ തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം കുറച്ചുകൂടെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒഴുകിപ്പോയി. അപ്പോൾ അത് നമ്മൾ ഈ കുമ്മായം വിട്ടിട്ട് കുമ്മായം മുഴുവൻ ഇട്ട് കഴിയുമ്പോഴുണ്ടല്ലോ ആകെപ്പാടെ വൃത്തികേടായിട്ട് കിടക്കുന്നത് പോലെ തോന്നും. വെച്ച് കഴിഞ്ഞാൽ മുറ്റം മുഴുവൻ ഇങ്ങനെ വെള്ള കളറിൽ കുമ്മായമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബോറല്ലേ. അപ്പോൾ നമുക്ക് എന്തൊരു വൃത്തികേടാന്നൊക്കെ തോന്നും. കാണുന്നവർക്ക് ഇതെന്താ അടിച്ച് കഴുകി കളയാത്തേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് കയറുമ്പോഴൊക്കെ നമ്മുടെ കാലിലൊക്കെ കുമ്മായമൊക്കെ പറ്റും. അപ്പം മുറ്റത്ത് ഇറങ്ങുമ്പോൾ വേറെ ചെരുപ്പൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ എല്ലാവരും ഇറങ്ങുന്നത്. അപ്പോൾ ആ ചെരുപ്പൊക്കെ ഊരി കാലൊക്കെ ഒന്ന് തിരുമ്മിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആ കുമ്മായം ഉണ്ടല്ലോ ഇട്ടിട്ട് അപ്പം തന്നെ അങ്ങനെ അടിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ചില ആൾക്കാർ പറയുന്നത് കുമ്മായം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന്. കുമ്മായം ഇട്ടിട്ട് അപ്പം തന്നെ അത് ഉരച്ച് അടിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും അങ്ങ് പായലങ്ങ് വിട്ടു പോകത്തില്ല. കുമ്മായം ഇട്ട് ഉരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കണം. ഒരു 2-3 ദിവസത്തേന് അവിടെ ഇരുന്നിട്ട് പിന്നെ പതുക്കെ പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഇട്ടിട്ട് 2-3 ദിവസം കഴിയും. പിന്നെ നമ്മളങ്ങനെ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ അടിച്ച് കഴുകണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഈ മഴക്കാലത്താണല്ലോ തെന്നൽ വരുന്നത്. നമ്മളിങ്ങനെ ഇടുന്നതും കുമ്മായം ഇടുന്നതും മഴക്കാലത്ത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ അതിന് കൂട്ടത്തിൽ അങ്ങ് ഒഴുകിപ്പോക്കോളും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ പൊടിയും ഇതൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ മുറ്റമടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കുറേശ്ശെയായിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുമ്മായം അവിടെ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് പായൽ വരാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇട്ട് കഴിയുന്ന പാടെയുണ്ടല്ലോ പല ആൾക്കാരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടും വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും ഇതങ്ങ് അടിച്ച് കഴുകി കളയും. അപ്പോൾ അതുകൊണ്ടാണ് പായൽ വലിയ കാര്യമൊന്നുമില്ലാന്ന് ചില ആൾക്കാർ പറയുന്നത് കുമ്മായം ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഈ ഭംഗിയേക്കാളും കൂടുതൽ നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം എന്ന് ഓർക്കുക. നമ്മളൊന്ന് തെന്നി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വൃത്തികേടായിട്ട് ഭംഗി കുറവായിട്ട് കിടന്നാലും വേണ്ടില്ല, ആ പായൽ പോകണം എന്നൊരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ 2-3 ദിവസം ആ കുമ്മായം അവിടെ അങ്ങ് കിടന്നിട്ട് പിന്നെ അതങ്ങ് തൂക്കുമ്പോഴും മഴ പെയ്യുമ്പോഴും ഒക്കെ അതങ്ങ് പോകും. പതുക്കെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് തെന്നൽ വരാതിരിക്കും, പായൽ പിടിക്കാതെ ഇരിക്കും. ഇത് കണ്ടോ കുമ്മായം മൊത്തം ഇട്ടിട്ട് അതേ മുറ്റം അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും മുറ്റം മുഴുവനും വെള്ള കളറിൽ കിടക്കുന്നത് കണ്ടോ. ഇതങ്ങനെ അങ്ങ് കിടന്നോട്ടെ. ഇങ്ങനെ ഉണങ്ങി പിടിച്ചങ്ങ് ഇരുന്ന് പിന്നെ മഴ പെയ്യുമ്പോൾ ഇതലുത്ത് ഒഴുകി പോവുകയും തൂക്കുമ്പം അങ്ങ് പോവുകയോ ഒക്കെ ചെയ്തോളുവേ. തുണി അലക്കാനുള്ളത് കൊണ്ട് പിന്നെ അലക്കലിൻ്റെ അവിടെ തലേദിവസം ഇട്ട് വെച്ചിരുന്നതാണേ. അപ്പോൾ അത് ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇപ്പോൾ കണ്ടോ ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് തൂക്കുകയേ ചെയ്തില്ല. കണ്ടോ ഓരോ മഴയും പെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കുമ്മായി ഒഴുകി പൊക്കോളും. കണ്ടില്ലേ. അപ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് വൃത്തിയാവുകയും ചെയ്തോളും, പായലും പൊക്കോളുവേ. പിന്നെ ബാക്കി ഇതിൻ്റെ ഇടയ്ക്കോടെയുള്ള ആ പൊടികളൊക്കെയും നമ്മൾ മുറ്റമടിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിലും അങ്ങ് പൊക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുമ്മായി ഇട്ടങ്ങ് തിരുമ്മിയ മാത്രം മതി, നല്ല പോലെ പായൽ പൊക്കോളും. ഈ വീഡിയോ ഒത്തിരി ആൾക്കാർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ഐഡിയ അറിയത്തില്ലാത്തവർക്കൊക്കെ ഇത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപകാരമുള്ളവർക്കൊക്കെയും ഒന്ന് അയച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. ബൈ ബൈ.